കരുണാസമ്പന്നനായ നമ്മുടെ ദൈവത്തിന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. തന്റെ കരുണാധിക്യപ്രകാരം നമ്മുടെ ലംഘനങ്ങളെ മായിച്ച് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യാതെ, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാതെ, ഇന്നയോളം സ്നേഹവായ്പിനാൽ നടത്തിയ കർത്താവിന്റെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം. നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ദൈവപുത്രന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങൾ എല്ലാവർക്കും ഈ സമയത്ത് ഞാൻ നേരുന്നു. കർത്താവ് നമ്മെ ഈ സന്ധ്യ വരെ കാത്ത് ദൈവവചന പഠനത്തിനായി വീണ്ടും നമ്മെ കൊണ്ടെത്തിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14 മുതൽക്കുള്ള വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് ലവോദിക്യ സഭയ്ക്ക് യേശുക്രിസ്തു നൽകുന്ന സന്ദേശം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ലവോദിക്യ സഭയുടെ ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുകയായിരുന്നു ഇന്നലെ. ഒന്നാമത്തേത്, ദൈവം അവരെ കാണുന്നത് പോലെ തങ്ങളെ തന്നെ വിലയിരുത്തുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് അവരുടെ സ്വയപ്രശംസയാണ്. ഏറ്റവും ഒടുവിൽ നാം പറഞ്ഞു നിർത്തിയത് ഓർമ്മ കാണുമല്ലോ. ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ദൈവസഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. നാം അതിൻ്റെ വിവിധ വശങ്ങളായിരുന്നു ഏറ്റവും ഒടുവിൽ പഠിച്ചത്. ഈ ലോകത്തിലെ എന്തെങ്കിലും നന്മകളോ ശ്രേഷ്ഠതകളോ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നുമല്ല. അതേ കാഴ്ചപ്പാട് നമുക്കും ഉണ്ടാവണം. നമ്മൾ പലയാവർത്തി വായിച്ച ഒരു വാക്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നായിരുന്നു നാം അത് വായിക്കാറ്. 16-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്ന വളരെ പ്രസക്തമായ കാര്യം, അതിന്റെ 15-ാമത്തെ വാക്യം, ലൂക്ക് 16:15. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവർ ആകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ച് വിശദീകരിച്ചിട്ടുള്ളൊരു വാക്യമാണ്. ഈ ലോകത്തിൽ വിലയേറിയ പലതുണ്ട്, ലാഭമായത് പലതുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ ദൃഷ്ടികളിലൂടെ നോക്കുമ്പോൾ അവ അറപ്പുളവാക്കുന്നതാണ്. വളരെ ദുഃഖകരം എന്നുള്ളത് എന്തെന്നാൽ, ദൈവത്തിന് അറപ്പായിട്ടുള്ളത് പലതും സഭയ്ക്കകത്തും വളരെ വിലയേറിയതായി കാണപ്പെടുന്നു എന്നുള്ളതാണ്. It seems to be a paradox that so many things which are abominable in the sight of God
are very much valuable even in the church. ദൈവത്തിന് അറപ്പായിട്ടുള്ളത്, the things that are abominable to God, hateful to God, many Christians consider them as very much appreciable, profitable and valuable. ലവോദിക്യ സഭയ്ക്ക് അങ്ങനെയാ സംഭവിച്ചത്. എന്നാൽ ഒരു ക്രിസ്തു ഭക്തന്റെ ധനം, നമ്മുടെ സമ്പാദ്യം ആരു തന്നെ ആയിരിക്കണം? ദൈവം തന്നെ, ക്രിസ്തു തന്നെ. സ്തോത്രം. We have seen many a times that even in eternity, what we gain will be Christ himself. നിത്യതയിൽ പോലും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിക്ഷേപം ക്രിസ്തു ആയിരിക്കും. Christ will be the utmost treasure we will gain even in eternity. നിത്യതയിൽ പോലും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ നിക്ഷേപം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ ഇവിടെ വച്ച് തന്നെ നാം നമ്മുടെ സ്വത്തായി, നിക്ഷേപമായി കാണണം. സ്തോത്രം. ആ ക്രിസ്തുവുമായി നമുക്ക് ഉണ്ടായിരിക്കേണ്ട അഭേദ്യമായ ബന്ധത്തെ പറ്റിയാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം. An inseparable relationship with Christ. It grows day by day, growing into maturity. ഒരു വാക്യവും കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം ഇടാം. കൊലോസ്യർ 1:10. Colossians 1:10. നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുക. മതി. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണത്. 9-ാമത്തെ വാക്യം മുതൽ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചിലപ്പോൾ പോളയിൻ പാസ്റ്ററൽ പ്രയേഴ്സ് എന്ന വിഷയം പറയാറുള്ളത്. ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ പൗലോസിന്റെ ഇടയ പ്രാർത്ഥനകളായി, പാസ്റ്ററൽ പ്രയേഴ്സ് ആയിട്ടുണ്ട്. അതിലൊന്നാണിത്. അതിലൊരു വിഷയമാണ് 10-ാം വാക്യത്തിൽ. എന്തിനു വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് പൂർണ്ണ പ്രസാദം വരുമാറ് നിങ്ങൾ നടക്കണം അഥവാ ജീവിക്കണം. എ ലൈഫ് ദാറ്റ് പ്ലീസിങ് unto the Lord. സ്തോത്രം. രണ്ടാമത് പറയുന്നു, അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. We should grow in the knowledge of the will of God. സ്തോത്രം. ദൈവഹിതത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം. ഇതേ സംഗതിയാണ് നിങ്ങളിൽ ഒരുത്തനായ ആരാ?
ഓർമ്മയുണ്ടോ? എപ്പഫ്രോസ്. യെസ്, എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ 4:12 വാക്യം, 4:12. Epaphras, who is one of you, a servant of Christ, saluteth you, always laboring fervently for you in prayers, that ye may stand perfect and complete in all the will of God. Stotram. So here the prayer of Pastor Paul and also Epaphras, one of you, both of their prayers are one and the same. And Paul says about Epaphras that he is very fervent in praying for you. പൗലോസിന്റെ ഇടയ പ്രാർത്ഥനയും നിങ്ങളിൽ ഒരുവനായ എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയും, എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുന്നതും ഒരേ വിഷയത്തിന് വേണ്ടിയാണ്. എന്തേ? നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം ഉള്ളവരായിട്ട് തീരണം. പൗലോസ് അതാണ് 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറഞ്ഞു വരണം. സ്തോത്രം. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ പൗലോസ് ഇവിടെ എല്ലാം പ്രാർത്ഥിക്കുന്നത് എ ഗ്രോത്ത് ഇൻ ദ നോളജ്. ദിസ് നോളജ് ഈസ് manifold. So we should acquire all these manifold knowledge of God. Knowledge about God, knowledge of God, knowledge of the will of God. It goes on. സ്തോത്രം. വിവിധമായ പരിജ്ഞാനങ്ങളെ പറ്റിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. വിവിധമായ ദൈവീക പരിജ്ഞാനങ്ങൾ, ദൈവഹിതത്തെ സംബന്ധിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവീക പരിജ്ഞാനം, ഇങ്ങനെയൊക്കെ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കും. ഇവയെല്ലാം കൂടെ നമുക്ക് ആത്മാവിൽ ലഭിക്കുന്നതും ആ വെളിപ്പെട്ട് കിട്ടിയതിന് ഒത്തതുപോലെ ജീവിക്കുന്നതുമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്തീയ സമ്പന്നതയുടെ ജീവിതം. സ്തോത്രം. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇങ്ങനെ ആയിരിക്കേണ്ട ലവോദിക്യ സഭ പക്ഷേ ഇന്ന് എത്രമാത്രം ഹീനമായി കിടക്കും. അപ്പോഴും സഭയിൽ എന്തുണ്ട്? സാമ്പത്തിക സാമൂഹിക ഭദ്രതയുണ്ട്, സമ്പന്നതയുണ്ട്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ പറയുന്നത്, കർത്താവിൽ നിന്ന് അകന്നു പോയാലും കല്യാണവും നടക്കും, ജോലിയും കിട്ടും, മക്കളും ജനിക്കും, പട്ടണവും, വീട് മാത്രമല്ല പട്ടണം പോലും പണിയും. Even when we live away from God, we can get promoted. We can be profited. Everything is possible. Sometimes we may not only be building, constructing a house, but even a city. A civilization can be created or made even when we are away from God.
ദൈവത്തിൽ നിന്നും നാം അകന്നു കഴിയുമ്പോൾ പോലും ഒരു വീട് മാത്രമല്ല, ഒരു ഒരു പട്ടണം തന്നെ പണിയാൻ നമുക്ക് സാധിച്ചെന്നിരിക്കും. ആരുടെ കാര്യം വെച്ചുകൊണ്ടാ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഹാനോക്ക്. ഏത് ഹാനോക്ക്? കെയിന്റെ മകൻ. കയീന്റെ മകൻ ഹാനോക്ക്. 2 ഹാനോക്കുമാരുണ്ട്. അതിൽ നല്ല ഹാനോക്കിനെ നമുക്ക് കൂടുതൽ പരിചയം. ഒരു ദൈവത്തിന്റെ കൂടെ നടന്ന ഹാനോക്ക്, കർത്താവ് എടുത്തുകൊണ്ട ഹാനോക്ക്. എന്നാൽ ഇത് വേറൊരു ഹാനോക്ക്, കയീന്റെ മകൻ. കയീൻ ദൈവത്തിൽ നിന്നും അകന്നു. ദൈവം അവനെ ആട്ടിക്കളഞ്ഞു. തിരുസന്നിധിയിൽ നിന്നും അവൻ ശാപഗ്രസ്തനായി പുറപ്പെട്ടു. പക്ഷേ പോയ വഴിക്കാ കല്യാണം നടന്നത്. മക്കള് ജനിച്ചു. അതിൽ ഒരു മകന്റെ പേര് ഹാനോക്ക്. അവന്റെ പേരിൽ ഒരു പട്ടണം പണിതു. വീടല്ല, പട്ടണം പണിതു. That was the first civilization on earth. The civilization of Enoch, son of Cain. He achieved it even when he was driven out of the presence of God. ദൈവസന്നിധിയിൽ നിന്നും ആട്ടി പുറത്താക്കപ്പെട്ട സമയത്താണ് ഇതെല്ലാം അവൻ നേടുന്നത്. ലവോദിക്യ സഭയെ നോക്കിക്കോ. ഈ വിധമായ മുഴുവൻ പ്രശ്നങ്ങളും ഉള്ളപ്പം സാമ്പത്തികമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാം ഉണ്ട്. ധനാഢ്യതയുടെ ഉത്തുംഗതയിൽ അവർ വിരാജിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൽ നിന്നും നാം അകന്ന് ആത്മീയ പാപ്പരത്വത്തിൽ കഴിയുമ്പോൾ നമുക്ക് ഭൗതികമായ ഏറ്റവും നല്ലതൊക്കെ ലഭിച്ചെന്ന് വരും. പക്ഷേ മയങ്ങിപ്പോകരുത്. അവയൊക്കെയാണ് ഭക്തി, ആത്മീയത എന്നൊരിക്കലും ധരിക്കരുത്. സ്തോത്രം. ഇത്രയും മനസ്സിലായോ? ഉൽപ്പത്തി 4:17 നമ്മൾ വായിക്കുന്നത്. കയീൻ 12-ാം വാക്യത്തിൽ ദൈവസന്നിധിയിൽ നിന്നും പുറത്തു പോകുന്നു. അവിടുന്ന് പോയിട്ട് കല്യാണമൊക്കെ കഴിക്കുന്നു. പട്ടണം പണിയുന്ന കാര്യം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം കൂടുതൽ വേണമോ? ചോദിക്കാം. മാസ്റ്റർ സംശയം ചോദിച്ചോട്ടെ? ജ്ഞാനവും പരിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? വിസ്ഡം ആൻഡ് നോളജ്. ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ ജ്ഞാനം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയുന്നതാണ് പരിജ്ഞാനം. പരിജ്ഞാനം ഇല്ലെങ്കിൽ ഉള്ള ജ്ഞാനം കൊണ്ട് കഥയൊന്നുമില്ല. ജ്ഞാനം എങ്ങനെ ഉപയോഗിക്കണം എന്ന തിരിച്ചറിവാണ് പരിജ്ഞാനം. ഫിലോസോഫിക്കലി, താത്വികമായിട്ട് അങ്ങനെയാണ്. എന്നാൽ ഇവിടെ
വെരി ഗുഡ് ആലീസ് ആന്റി. ആലീസ് ആന്റി അതേപറ്റി പറഞ്ഞത് നോളജ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് തക്കാളിക്ക ഒരു പച്ചക്കറി ഐറ്റം ആണെന്ന് അറിയാം, അത് ജ്ഞാനമാണ്. പക്ഷേ അത് ഏതൊക്കെ കറിക്കകത്ത് ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയുന്നതും ഉപയോഗിക്കുന്നതുമാണ് പരിജ്ഞാനം. ഇല്ലെങ്കിൽ ഈ തക്കാളിക്ക ചിലപ്പം ഐസ്ക്രീമിലിടാം, ഫ്രൂട്ട് ആണ്. ഐസ്ക്രീമിലിടാം, ചിലപ്പോ ചിലർ ചായക്കകത്ത് തന്നിരിക്കും. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ നല്ല ഒന്നാം തരം എരുമപ്പാല് കൊണ്ടുണ്ടാക്കിയ കുറുകുറാന്നിരിക്കുന്ന ചായക്കകത്ത്, അതുവരെ ഞാൻ പഞ്ചസാര ഇട്ടേ ചായ കുടിച്ചിട്ടുള്ളൂ, അന്ന് ആദ്യമായി കരിപ്പെട്ടിയിട്ട ചായ ഞാൻ കുടിച്ചു. കരിപ്പെട്ടി മാത്രമല്ല, കരിപ്പെട്ടിയുടെ കൂടെ ഉപ്പും കൂടി ഇട്ടാണ് എനിക്ക് തന്നത്. ആദ്യമായിട്ടാണ് കുടിച്ചതെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കരിപ്പെട്ടിയും ഉപ്പും ഇട്ട് ചായ ഉണ്ടാക്കാമെന്നും കുടിക്കാൻ നല്ലതാണെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു. എന്നാൽ ഒന്ന് അങ്ങനെ ഉണ്ടാക്കിയങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് പല ശ്രമങ്ങൾ നടത്തി. പാല് വിരിഞ്ഞു പോയതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. എനിക്കറിയില്ല എപ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന്. ആലീസ് ആന്റി പറഞ്ഞ പോലെ ഇത് എപ്പോ ഉപയോഗിക്കണമെന്നൊരു പിടുത്തവും ഇല്ല. ഇവിടെ പക്ഷേ പൗലോസ് പറയുന്ന ജ്ഞാനവും പരിജ്ഞാനവും ഈ നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. സ്തോത്രം. ദൈവത്തെ കുറിച്ച് അധികം അധികം അറിയുക, ദൈവത്തെ കുറിച്ച് അറിയാവുന്നിടത്തോളം അറിയുക, ദൈവത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പരിധി വരെയും അറിയുക എന്ന അർത്ഥമാണ് പൗലോസ് ഈ വാക്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞത്, ഫിലോസോഫിക്കലി ദ മീനിങ് ഈസ് ദാറ്റ് വാട്ട് വി ഡിസ്കസ്ഡ് അറ്റ് ഫസ്റ്റ്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് സകല ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുന്നവരാകണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മള് ഫിലിപ്പിയർ 3:8 കണ്ടതുപോലെ the exceeding greatness of the knowledge of God. ദൈവത്തെ കുറിച്ച് അറിയാവുന്നതിൻ്റെ പരമാവധിയിൽ നാം അറിയുക എന്നതാണ് ദൈവീയ പരിജ്ഞാനം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. വ്യക്തമായി കാണുമല്ലോ? ഓക്കെ. മറ്റെന്തെങ്കിലും? ഇല്ല എങ്കിൽ
ഇടയ്ക്കൊന്ന് പോയായിരുന്നു പാസ്റ്റർ. ഇപ്പൊ കേൾക്കാമെന്ന് തോന്നുന്നു. ഓക്കെ. ഒരു കോള് വന്നായിരുന്നു, അതുകൊണ്ടാ. കേൾക്കാം. സൗണ്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ. ഏതാ മോളെ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിജ്ഞാനം എന്ന് പറഞ്ഞതാണോ? Yeah. Once again, would you just please read Colossians 1:10 in English? That you may walk in a manner worthy of the Lord, fully pleasing to him, and desiring to please him in all things, bearing fruit in every good work, and steadily growing and increasing in and by the knowledge of God. Okay. കേൾക്കാമല്ലോ? ഓക്കെ. കേൾക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല പാസ്റ്ററിന്റെ ബ്ലൂടൂത്ത് കണക്ട് ആയിട്ടുണ്ടോന്ന്. കേൾക്കുന്നെങ്കിൽ ബ്ലൂടൂത്ത് വഴി ആയിരിക്കും. ഇപ്പൊ കേൾക്കാം. മുമ്പേ അതല്ലായിരുന്നു. ഓക്കെ. സ്തോത്രം. Here, knowledge of God is, as we read in Philippians 3:8, as we considered yesterday, acquiring the exceeding greatness of the knowledge of God, or growing and achieving the excellency of the knowledge of God. ഇവിടെ പറയുന്ന ജ്ഞാനവും പരിജ്ഞാനവും എന്നുള്ളത് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലത്തെ നിർവചനത്തിലേക്ക് കൊണ്ടുവരണ്ട. ദൈവീയ പരിജ്ഞാനം എന്ന് തന്നെ രണ്ടിനെയും മനസ്സിലാക്കിയാൽ മതി. പക്ഷേ എവിടേക്ക് എത്തണം? ഇല്ല, അത് എവിടേക്ക് എത്തണം എന്ന് വരെ കേട്ടുള്ളൂ. ഓക്കെ. വീണ്ടും ഒരു കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് സോറി. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായതുകൊണ്ട് മൊബൈലിൽ കൂടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇന്ററപ്ഷന്. സോറി. എപ്പോഴെങ്കിലും മുറിയുന്നെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ, കുഴപ്പമില്ല. പറഞ്ഞത് ഇവിടെ ഈ വാക്യത്തിൽ നോളജ് എന്നും വിസ്ഡം എന്നും, ഇംഗ്ലീഷിൽ എനിക്കൊന്നും അങ്ങനെ ആ പദപ്രയോഗം ഇല്ലെന്ന് ഇവിടെ, അല്ലേ? മലയാളത്തിൽ ജ്ഞാനവും പരിജ്ഞാനവും എന്ന രണ്ട് വാക്കുകൾ ഈ വാക്യത്തിലുണ്ട്. ഒരുപക്ഷെ ഇംഗ്ലീഷിൽ അടുത്ത വാക്യത്തിലുണ്ടോ? വിസ്ഡം ആൻഡ് നോളജ് ഉണ്ട്. രണ്ട് ഉണ്ട്. ഓക്കെ. Wisdom and knowledge. So here both should be understood as one thing, knowing God, but its levels are different. Growing into that particular level which Paul says in Philippians 3:8, growing to the excellency of the knowledge of God, or the exceeding greatness of the knowledge of God. That is the level that God wants to reveal himself to a person, a man, a woman, while he or she is in the body.
That is the level a human being can explore into the inexplorable God. Our God is knowable God. God of the Bible is a knowable God. ബൈബിളിലെ ദൈവം അറിയപ്പെടാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ബൈബിളിലെ ദൈവത്തെ നമുക്ക് അറിയാൻ പറ്റുമോ? Knowable or unknowable? Knowable. Yeah, God of the Bible is a knowable God. ബൈബിളിലെ ദൈവത്തെ നമുക്ക് അറിയാൻ കഴിയുന്ന ദൈവമാണ്. God of the Bible is a God who can be learned about, who can be taught about. നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഒരു ദൈവമാണ് ബൈബിളിലെ ദൈവം. അതായത് ബൈബിളിലെ ദൈവത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനും കഴിയും, പഠിപ്പിക്കാനും കഴിയും. मतलब God of the Bible is not a mere mystery. He is a reality. There are so many mystery religions in this world. They just shut the door of knowing their God by saying it's mystery, a great mystery. But God of the Bible is not a mystery as such, because God of the Bible has revealed himself in different and many ways. And therefore, any person can know him, learn about him. We can teach about him. And that's why, different from all the human religions of this world, innumerable books are written down in the world about God of the Bible. ലോക മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, ലോക മതങ്ങളിലെ ദൈവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, ആരോട് വേണമെങ്കിലും ചോദിച്ചോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഏതു ദൈവത്തെക്കുറിച്ചാണെന്ന്? കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ. ലോകത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിലെ സിംഹഭാഗവും, മജോറിറ്റി, ഏത് ദൈവത്തെക്കുറിച്ചാ? Our living God. ബൈബിളിലെ ദൈവത്തെക്കുറിച്ച്. ബൈബിളിലെ ദൈവത്തെക്കുറിച്ചാ. വേറെ ഒരൊറ്റ ദൈവങ്ങളെ കുറിച്ച്, ലോകത്തിൽ ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ, ഒത്തിരി പേരിലും രൂപത്തിലും ഒക്കെ ഉണ്ടല്ലോ. ഇന്ത്യയിലും ഏഷ്യയിലും ഏഷ്യക്ക് പുറത്തുമൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ധാരാളം ദൈവങ്ങൾ, ഇന്യൂമറബിൾ, അസംഖ്യം ദൈവങ്ങളുണ്ട്. എന്നാൽ അവയിൽ ഏതെങ്കിലും ദൈവങ്ങളെ കുറിച്ച് ഇതുപോലെ ഒരു പഠനം, വേദപുസ്തകത്തിലെ ദൈവത്തെ കുറിച്ചുള്ളതുപോലെ ഒരു പഠനം ഉണ്ടോ? ഇല്ല. സ്തോത്രം. കൂടെ വരുന്നുണ്ടല്ലോ. എത്രയോ യൂണിവേഴ്സിറ്റീസ് തന്നെ ഉണ്ടെന്ന് ഈ ദൈവത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും.
അതിന്റെ അർത്ഥം ഈ ദൈവത്തെക്കുറിച്ച് മൊത്തം നമ്മൾ പഠിക്കുന്നല്ല. ഈ ദൈവത്തെക്കുറിച്ച് മുഴുവനും നമുക്കിപ്പോൾ അറിയാൻ പറ്റുമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ദൈവത്തെ പൂർണ്ണമായും നമുക്കറിയാൻ ഈ ലോക ജീവിതത്തിൽ വെച്ച് സാധ്യമല്ല. എന്നാൽ ഈ ലോക ജീവിതത്തിൽ വെച്ച് ഈ ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നതിന്റെ പരമാവധിയിൽ നാം അറിയുന്നതിനെയാണ് ഇവിടെ ഈ ദൈവീക പരിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. So, acquiring or gaining the maximum knowledge of God while we are here on earth in this physical body. As much revelation as possible for a physical man. ഭൗമ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെക്കുറിച്ച് എത്രയധികം വെളിപ്പാട് സാധ്യമാണോ അത്രയധികം വെളിപ്പാട് പ്രാപിക്കുക. അതാണ് ഇവിടെ പൗലോസ് പ്രത്യേകിച്ച് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഓക്കെ മോളെ. പാസ്റ്റർജി, അപ്പോൾ ഈ നോളജ്, വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, all these are complementary. Yes, of course. When we come to language and philosophy, it can have big differences in application. But that difference is not applicable when they are used in relation with God. Here. അല്ല പാസ്റ്റർ, ജ്ഞാനത്തെ വഷളാക്കിയെന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. ഏത് ജ്ഞാനത്തെ? സാത്താൻ ഈ ജ്ഞാനങ്ങളെ അല്ല, ഇപ്പോഴത്തെ ഉള്ള ജ്ഞാനങ്ങള് മീൻസ് ലോകപ്രകാരമുള്ള ജ്ഞാനം ദൈവത്തിൽ നിന്ന് മാറ്റുവാൻ അങ്ങനെ ജ്ഞാനത്തെ വഷളാക്കിയെന്ന് ഒക്കെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. അതെ, അത് ലോകത്തിന്റെ, നമ്മൾ ആ ഭാഗത്തേക്കല്ല പോയത്. ഇത് ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനത്തെയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. സാത്താൻ ജ്ഞാനം മനുഷ്യന് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും വഷളാക്കി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ നന്മ മാത്രം അറിയാമായിരുന്ന മനുഷ്യനെ തിന്മയും കൂടെ പഠിപ്പിച്ചിട്ട് തിന്മ ചെയ്യുന്നതിലേക്ക് അവൻ തള്ളിവിട്ടത്. പക്ഷെ നമ്മൾ ആ ജ്ഞാനത്തെക്കുറിച്ചല്ല ഇവിടെ ചിന്തിച്ചത്. ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ളത് മാത്രമാണ് ചിന്തിച്ചത്. പൊതുവായ ജ്ഞാനത്തെക്കുറിച്ചല്ല, ദൈവീക പരിജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിച്ചത്. Yes, certainly. 1 Corinthians chapter 2 verse 7 and also chapter 1 verse 30. 1 കൊരിന്ത്യർ 1:30, 2:7 പൗലോസ് പറയുന്നു. ആ രണ്ട് വാക്യങ്ങളും കൂടെ വായിച്ചു ആലീസാൻറ്റി. But of him are ye in Christ Jesus, who of God is made unto us wisdom and righteousness and sanctification and redemption. 2:7. But we speak the wisdom of God in a mystery, even the hidden wisdom which God ordained before the world unto our glory. Yeah, next verse also. Yeah. Which none of the princes of this world knew, for had they known it, they would not have crucified the Lord of glory. But as it is written, eye hath not seen. Yeah.
അപ്പൊ കണ്ടോ, ഈ രണ്ട് ഭാഗങ്ങളിൽ പൗലോസ് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ആരാണ് ഈ വിസ്ഡം? A personification of that wisdom is here. It's not just a matter. It's not just a philosophical theme, but it's a person. This wisdom of God is a person, and that person is none other than our Lord Christ. 30-ാം വാക്യത്തിൽ 1-ാം അധ്യായം 1 കൊരിന്ത്യർ 1:30 നമ്മൾ വായിച്ചു, യേശുക്രിസ്തു നമുക്ക് എന്താണ്? ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനം ആയിത്തീർന്നു. 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെ പൗലോസ് പറയുന്നത് ദൈവജ്ഞാനമായ ക്രിസ്തു എന്നാണ്. സ്തോത്രം. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്ന ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, പിന്നെ ലോക സൃഷ്ടി മുതൽ നമ്മുടെ തേജസ്സിനായി ദൈവം മുൻ ഒരുക്കിയതും മറഞ്ഞിരുന്നതുമായ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു. ആരെക്കുറിച്ചാ പറയുന്നത്? ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു വിഷയമല്ല, പകരം ഒരു വ്യക്തിയാണ്, ഒരു ആളത്വമാണ്. ആ ആളത്വം ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്, ഇവിടെ പറയുന്ന ജ്ഞാനവും പരിജ്ഞാനവും നമ്മൾ തത്വജ്ഞാനപരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയും നിർവചിക്കുകയും വേണ്ട. ദൈവത്തെക്കുറിച്ചുള്ള അറിവായി, ദൈവമായി നമ്മൾ അതിനെ അങ്ങ് സ്വീകരിച്ചാൽ മതി. വ്യക്തമാണോ? മുൻപോട്ട് പോകട്ടോ. സ്തോത്രം. ശരി, ഇനി നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ നോക്കിയത് സഭ തൻ്റെ സ്വയപ്രശംസയിൽ നടത്തുന്ന, സ്വാഭിമാനത്തിൽ നടത്തുന്ന പ്രഖ്യാപനങ്ങളായിരുന്നു. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. ഇനി നമുക്ക് നോക്കാം സഭയുടെ ശരിയായ അവസ്ഥ എന്താണ്. How Christ sees the church. So far we have seen the self-attestation of the Laodicean church. Now we will see Christ's attestation. It's not attestation, actually opinion or description of the church at Laodicea. സ്വയപ്രഖ്യാപനത്തിന് ബദലായി നമുക്ക് നോക്കാം ക്രിസ്തു എന്താണ് സഭയെ പറ്റി പറയുന്നത്. എന്തൊക്കെയാ യേശുക്രിസ്തുവിന്റെ അഭിപ്രായം ഈ ചർച്ചിനെ കുറിച്ച്? You are wretched, pitiable, poor, blind. നമ്മള് 15-ാമത്തെ വാക്യം മുതല് ചില കാര്യങ്ങൾ പറയുന്നതുകൊണ്ടുള്ളേ.
അതിലൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. ഒന്ന്, നീ ലൂക്വാം, ശീതോഷ്ണവാൻ. 17-ാമത്തെ വാക്യത്തിൽ വേഴ്സ് നമ്പർ 17-ൽ രണ്ടാമത്തെ കാര്യമാണ് നീ നിർഭാഗ്യവാൻ, wretched. 3, അരിഷ്ടൻ, pitiful. 4, poor, ദരിദ്രൻ. 5, ബ്ലൈൻഡ്, കുരുടൻ. 6, naked, നഗ്നൻ. 7, ignorant of your actual condition. സ്വന്തം അവസ്ഥയെക്കുറിച്ച് അറിയാത്തവൻ. തീർന്നില്ല. 8, 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ക്രൈസ്റ്റ്ലെസ് ചർച്ച്, ക്രിസ്തു ഇല്ലാത്ത സഭ. അതുകൊണ്ട് തന്നെ സഭയെന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സഭയെന്ന് തന്നെ വിളിക്കാം. ക്രിസ്തുവില്ല. അപ്പൊ കുറഞ്ഞത് യേശുക്രിസ്തു ഈ സഭയെ പറ്റി പറയുന്ന ഈ 8 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. എട്ടും നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലായല്ലോ. അതിൽ ഒന്നാമത്തേത് ശീതോഷ്ണവാൻ, ലൂക്വാം. നമ്മൾ ഓൾറെഡി അതേപ്പറ്റി പഠിച്ചതുകൊണ്ട് ആവർത്തിക്കണ്ടല്ലോ. ഇറിറ്റബിൾ ആണ്, വളരെ അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു പ്രകൃതത്തിന്റെ അവസ്ഥയാണ്. ഒരു ടേസ്റ്റ് ഇല്ല, രുചിയില്ലെന്ന് മാത്രമല്ല അരുചിയാണ്. രുചിയില്ലെന്ന് മാത്രമല്ല അരുചി വരുത്തുന്ന, അസ്വസ്ഥത ഉളവാക്കുന്ന, രോഗം വരുത്തുന്ന ഒരവസ്ഥ. അതാണ് ലൂക്വാം. നമ്മളത് പഠിച്ചതാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു നിർഭാഗ്യവാൻ. നിർഭാഗ്യവാൻ എന്ന് പറയുന്നതിന് അവിടെ പറഞ്ഞിരിക്കുന്നത് മിസറബിൾ. എന്താ നിർഭാഗ്യവാന്റെ അർത്ഥം? ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് മിസറബിൾ എന്നാണോ? Wretched. മലയാളത്തിൽ ആക്ച്വലി wretched എന്നുള്ളത് അരിഷ്ടൻ എന്നാണ്. നിർഭാഗ്യവാൻ എന്നുള്ളതിന് wretchedന് ശേഷം എന്താ കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷിൽ? രണ്ടാമത്തേത് Miserable. പിറ്റിയബിൾ, മിസറബിൾ. ആക്ച്വലി മിസറബിൾ അല്ലെങ്കിൽ പിറ്റിയബിൾ ആണ് നിർഭാഗ്യവാൻ എന്നുള്ളത്. wretched ആണ് അരിഷ്ടൻ എന്നുള്ളത്. എന്താ ഈ നിർഭാഗ്യവാൻ അല്ലെങ്കിൽ മിസറബിൾ പിറ്റിയബിൾ എന്ന് പറഞ്ഞാൽ? സെർമൺ ഓൺ ദ മൗണ്ടിലെ ബിയാറ്റിറ്റ്യൂഡ്സ് പഠിച്ചവർക്ക് എളുപ്പം മനസ്സിലാവും. ബിയാറ്റിറ്റ്യൂഡ്സ് നമുക്കറിയാമല്ലോ. ബ്ലസ്ഡ് ആർ, അഷ്ടഭാഗ്യവർണ്ണന,
ആ അഷ്ടഭാഗ്യ വർണ്ണനയിൽ ഭാഗ്യവാൻ എന്നതിന്റെ അർത്ഥം Oh, how happy. yeah. So pitiable, yeah, miserable is just opposite of bhagyavan, blessed. ഭാഗ്യവാന്റെ നേരെ വിപരീതമാണ് നിർഭാഗ്യവാൻ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതാനുഭവമാണ് അവൻ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ബ്ലെസ്ഡ് ആയിരിക്കും. come on please, blessed ആയിരിക്കും, ഭാഗ്യവാനായിരിക്കും. എന്ന് പറഞ്ഞാൽ happy and content. yes, happiness and contentment that cannot be taken away in any circumstance. ഒരു സാഹചര്യത്തിലും എടുത്തു കളയാൻ കഴിയാത്തതുപോലെ, അപഹരിപ്പാൻ കഴിയാത്തതുപോലെയുള്ള സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്ന ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. അത് രോഗ അവസ്ഥയിലായാലും കഷ്ടതകളിലായാലും പീഡനങ്ങളിലായാലും ഏകാന്തതയിലായാലും എഫേസോസിലായാലും പത്മോസിലായാലും സെഹിയോൻ മാളികമുറിയിലായാലും ഫിലിപ്പിയുടെയോ റോമിന്റെയോ കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിലായാലും എല്ലായ്പ്പോഴും ഒരു ക്രിസ്ത്യാനി എങ്ങനെയുള്ളവനായിരിക്കും? ഭാഗ്യവാൻ. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിക്കുന്നവനായിരിക്കും. നിരാശയിലും ആകുലതയിലും ആശങ്കയിലും വിഷാദത്തിലും ഒരുവൻ പെടില്ല ഒരു ക്രിസ്ത്യാനി. എന്നാൽ അതിന് നേരെ വിപരീതമായ അവസ്ഥയാണ് എന്ത്? നിർഭാഗ്യവാൻ. ലവോദിക്ക സഭയ്ക്ക് കാശും പുത്തനും ഒക്കെ ഉണ്ടെങ്കിലും സന്തോഷമുണ്ടോ? സംതൃപ്തി ഉണ്ടോ? സന്തുഷ്ടനാണോ? സ്തോത്രം. നമ്മൾ നിർഭാഗ്യവാന്മാരാണോ ഭാഗ്യവാന്മാരാണോ? ഭാഗ്യവാന്മാർ. സ്തോത്രം. വെറുതെ പറഞ്ഞാൽ പോരാ, ജീവിതത്തിന്റെ എല്ലാ സമയത്തും ആർക്കും ഒന്നിനും അപഹരിക്കാൻ കഴിയാത്ത സന്തോഷ സമൃദ്ധി അനുഭവിക്കുന്നവരായിരിക്കണം. അക്കൗണ്ടിലെ പൈസ കുറയുമ്പോൾ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറയുമ്പോൾ, ശത്രുക്കൾ കൂടി വരുമ്പോൾ, ആഗ്രഹിക്കുന്നതൊന്നും നടക്കാതെ വരുമ്പോൾ ഒക്കെ സന്തോഷമായിട്ടും തൃപ്തിയോടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല പാസ്റ്റർ, സത്യം പറഞ്ഞാൽ. പക്ഷേ അന്നേരം ഒരുപക്ഷെ ദൈവവചനം നമുക്ക് ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് തന്നിട്ട് നമ്മളെ ബലപ്പെടുത്തുന്നുണ്ട്. വെരി ഗുഡ്. സ്തോത്രം. നമുക്കറിയാമല്ലോ, അകാരണമായി, വിതൗട്ട് എൻ റീസൺ ഓർ wrongfully, അകാരണമായി
പിടിച്ച് ജയിലിലിട്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കപ്പൽ യാത്രയും കഴിഞ്ഞ് റോമിൽ കൊണ്ടുവന്ന് ഒരു കുറ്റവും തെളിയാഞ്ഞിട്ടും ഇട്ടിരിക്കുകയാ. അവിടെ കിടന്നുകൊണ്ട് രണ്ട് കയ്യിലും ചങ്ങല കിടക്കുമ്പോഴും പൗലോസ് എന്താ പറയുന്നത്? റിജോയ്സ് ഇൻ ദ ലോർഡ്. സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ആ സന്തോഷത്തിന്റെ അവസ്ഥയാണ് ഒരു ക്രിസ്ത്യാനിക്ക്. സഭയ്ക്ക് മൊത്തമായും അങ്ങനെ തന്നെയാണ്. തീർച്ചയായും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സഭയായിട്ട് കടന്നുപോയത് വളരെ ദുഃഖകരമായ അനുഭവങ്ങളിലൂടെയായിരുന്നു. മരണത്തിന്റെ കൂരിരുൾ താഴ്വരയിൽ കൂടെയാണ് ഞങ്ങൾ സഭയായിട്ട് കടന്നുപോയത്. ചർച്ചില് ഒരാൾക്കുണ്ടാകുന്ന വേദന, അത് മൊത്തം സഭയുടെ വേദനയാണ്. ആ വേദനയും കഷ്ടവും ഒക്കെ ഉള്ളപ്പോഴും അകത്തളത്തിൽ നമുക്ക് എന്തുണ്ടാവണം? സന്തോഷത്തിന്റെ പരിപൂർണത. സ്തോത്രം. പക്ഷേ ലവോദിക്യ സഭയ്ക്ക് അത് ഉണ്ടായിരുന്നില്ല. നിർഭാഗ്യവാനാണ്. ദൈവം, കർത്താവ് പറയുകയാണ് സഭയോട്, നിനക്ക് സന്തോഷിക്കുവാൻ വകയില്ല, നിനക്ക് സന്തോഷിക്കാൻ വകയില്ല. ഇനി അഥവാ നീ സന്തോഷിക്കുന്നെങ്കിൽ തന്നെ നൈമിഷികമായ ഒരു സുഖവും സന്തോഷമുള്ളൂ. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ, നമ്മുടെ നാട്ടിലൊരു പ്രസംഗകൻ പ്രസംഗിച്ച് കേട്ടതാ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, മുമ്പൊരിക്കൽ പറഞ്ഞതാ. അദ്ദേഹം എവിടെയോ കൺവെൻഷന് വേണ്ടി പണ്ട് ബസ് കയറി യാത്ര ചെയ്യുമ്പോ കേൾക്കാമല്ലോ? ഓക്കെ. അദ്ദേഹം ബസ് കയറി യാത്ര ചെയ്യുമ്പോൾ റോഡ് ബ്ലൂടൂത്ത് കണക്ട് ആയിട്ടില്ല. ഓക്കെ, ഇപ്പൊ ചിലപ്പോ ആകുമായിരിക്കും. ഇപ്പോഴോ? ബെറ്റർ. ഓക്കെ, ചിലപ്പം നിർത്താം, സമയം നമ്മുടേത് കഴിഞ്ഞല്ലോ. ഇല്ല, കണക്ട് ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, കേൾക്കാം ചെറുതായിട്ട്, കുഴപ്പമില്ല. ഇല്ല, കറക്റ്റ്, നോ പ്രോബ്ലം. ഓക്കെ. അദ്ദേഹം ബസ് കയറി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു ഹൈവേ ബ്ലോക്ക് ആയിരിക്കുന്നു. കാര്യം അന്വേഷിച്ചപ്പോഴാ നല്ല തടിച്ചു കൊഴുത്ത ഒരു പോത്ത്, ബുഫല്ലോ പോത്ത്, അതിനെ അഴിച്ചു വിട്ടിരിക്കുക. അത് വന്ന് റോഡിൽ കിടന്ന് ഭയങ്കര ബഹളം. അതിന്റെ പുറത്തൊരു എഴുത്തുണ്ടത്രേ, നാളെ വെട്ട്. അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്, എവിടെയാ വെട്ടം. പരസ്യത്തിന് വിട്ടിരിക്കുക, ഈ രോഗമൊന്നും ഇല്ലാത്ത പോത്തിറച്ചി നാളെ വേണമെങ്കിൽ ഇന്ന സ്ഥലത്ത് കിട്ടുമെന്ന്. പക്ഷെ ഇത്രയും നാള് കെട്ടിയിട്ട് വളർത്തിയ ഈ പോത്തിന് ഇപ്പോൾ അല്പം കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സുഖത്തിൽ ഇത് കിടന്ന് പൊളച്ച് മതിച്ച് ചാടുക. പക്ഷേ ഈ സാധനത്തിന് അറിയാമോ, ഇതിന്റെ പുറത്തൊരു എഴുത്തുണ്ട്, അതിന്റെ മരണവിധിയാണ് എഴുതിയിരിക്കുന്നത്, നാളെ വെട്ട്. ലവോദിക്യ സഭയോട് കർത്താവ് ഇത് തന്നെയാ പറയുന്നത്. നീ ഇന്ന് നിന്റെ സമ്പൽ സമൃദ്ധിയിൽ മതിച്ചു പുളയ്ക്കുന്നെങ്കിലും നീ നിർഭാഗ്യവാനാ. നിന്റെ സന്തോഷത്തിന് ആയുസില്ല. നിന്റെ മേൽ ഒരു മരണവിധി എഴുതിയിട്ടുണ്ട്.
ലൗകികമായ സുഖങ്ങളും സന്തോഷങ്ങളും ഇത്രയേ ഉള്ളൂ. മറ്റൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ത്രാസിന്, ഞങ്ങളുടെ ഇവിടൊക്കെ ബ്രോയിലർ കോഴിയെ കൂട്ടിലിട്ടാ വളർത്തുന്നത്, കൂട്ടിലാക്കി കിടക്കുന്നത്. നമ്മൾ എന്ന് വില പറയുമ്പം അതിനെ എടുത്ത് ത്രാസെ വെക്കും, വെച്ചിട്ട് കശാപ്പ് ചെയ്യുന്നവന് കൊടുക്കും. ത്രാസയിൽ തൂക്കിക്കഴിഞ്ഞിട്ട് വെട്ടുന്നവന്, ഹലാല് ചെയ്യുന്നവന് കൊടുക്കുമ്പോൾ അവന് കത്തി എടുക്കുമ്പോഴത്തേക്കും ഒരു 2 അല്ലെ 10-30 സെക്കൻഡ് ആവും. ഇതിനോടകം ഈ കോഴി ഒന്ന് സ്ട്രെച്ച് ചെയ്യും. കാരണം കൂട്ടിൽ നിന്ന് കിടക്കായിരുന്നു, ഇപ്പോഴാ ചിറകിട്ട് ഒന്ന് വീശും. പക്ഷേ ഈ വീശലും ഈ സ്ട്രെച്ചിങ്ങും എന്താണ്? തുലാസിനും കശാപ്പ് കത്തിക്കുമിടയിൽ കിട്ടിയ ഒരിറ്റ് സ്വാതന്ത്ര്യം മാത്രം. ചിലപ്പോൾ ആ വീശുന്ന ചിറക് തിരികെ വെക്കുന്നതിന് മുമ്പ് തന്നെ കശാപ്പുകാരൻ പിടിച്ചെന്നിരിക്കും. ഇതാണ് ലവോദിക്യ സഭയോടും കർത്താവ് പറയുന്നത്. സഭയെ, യഥാർത്ഥമായ സന്തോഷവും സന്തുഷ്ടിയും നിനക്കില്ല. നീ ഈ പറഞ്ഞ കശാപ്പ് ചെയ്യപ്പെടാൻ പോകുന്ന മൃഗങ്ങളെ പോലെ ഒരു നൈമിഷികമായ സ്വാതന്ത്ര്യത്തിൽ മാത്രം മതിക്കുകയാണ്. ഞാനും നിങ്ങളും അങ്ങനെയാകരുത്. എനിക്കും നിങ്ങൾക്കും പൗലോസ് പറയുന്നത് പോലെ തിരിച്ച് റോമർ 8 പറയുന്നു, നമ്മളെ അറുക്കാനുള്ള ആടുകളെ പോലെ കൊണ്ടുപോകുമ്പോഴും നമ്മുടെ അകത്ത് ആർക്കും അടക്കാൻ കഴിയാത്ത ഒരു സന്തോഷ സമൃദ്ധി ദൈവം നൽകിയിട്ടുണ്ട്. അതാണ് നാം ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. മരണത്തിൽ പോലും ആ സന്തോഷവും സന്തുഷ്ടിയും നമ്മളുണ്ടാകും. ആ അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുവാൻ ക്രിസ്തുവിനെ നമുക്ക് സ്വന്തമാക്കാം. ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ നമുക്ക് പ്രാപിച്ചുകൊണ്ട് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് അടുത്തു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. Where is Rufus?